ഇപ്പോൾ 7-8 വർഷമായി ഇതുവരെ മുഖ്യമന്ത്രി ആ രീതിയിൽ, അതിനുശേഷവും ഞങ്ങൾ നിയമവേദനങ്ങൾ കൊടുത്തു. ഇപ്പോൾ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ നിയമവിരുദ്ധമായി ഈ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹം SNDP യോഗത്തിന് വേണ്ടി ഒരു ചില്ല് കാശ് ചെലവാക്കുന്നില്ല. SNDP യോഗത്തിൻ്റെ ഒരു പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം പരാതിപ്പെടുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള ആവർത്തിച്ചുള്ള ആവലാതി. ഈ ആവലാതി അദ്ദേഹത്തിൻ്റെ കൃത്യവിലോപവും അദ്ദേഹത്തിന് ഇത് വഹിക്കാനുള്ള അർഹതയില്ല എന്നും ആണ് തെളിയിക്കുന്നത്. SNDP യോഗത്തിന് പുതിയ സ്ഥാപനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു. ഈ സ്ഥാപനം കിട്ടണമെങ്കിൽ അതിന് പ്രൈമാ ഫേസി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കാതെ ഒരാളും അതിനൊരു സ്ഥാപനം നമുക്ക് നൽകില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. വെള്ളാപ്പള്ളി നടേശൻ അപേക്ഷ കൊടുത്തിട്ടില്ല. അപേക്ഷ കൊടുക്കാതെ ഒരാളും ഒരു സ്ഥാപനം തരില്ല. ഇവിടെ പൊതുസ്ഥാപനങ്ങൾ, പൊതുമേഖലയിൽ SNDP യോഗത്തിന് മാത്രമല്ല, പൊതുമേഖലയിൽ മുൻ ഗവൺമെൻറ്റുകളൊന്നും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചിരുന്നില്ല. 2005 AK ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോഴാണ് ആദ്യമായി സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ അനുവദിക്കാൻ തീരുമാനിച്ചതും അതിന് അപേക്ഷ ക്ഷണിച്ചതും. പക്ഷേ അപേക്ഷിക്കാത്ത കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി SN ട്രസ്റ്റും SNDP യോഗവുമാണ്. വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിച്ചു ഒരപേക്ഷയും കൊടുക്കണ്ട എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SNDP യോഗത്തിന് ഇന്നൊരു മെഡിക്കൽ കോളേജില്ല, അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ല. വെള്ളാപ്പള്ളി നടേശൻ അതിന് ഉത്തരം പറയണം. ഇന്ന് മറ്റെല്ലാ സംഘടനകൾക്കും അത്തരം സ്ഥാപനങ്ങളുണ്ട്. അത് ഇവിടുത്തെ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ ദോഷകരമായ ഒരു സ്ഥിതിവിശേഷം അതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയെന്നും അദ്ദേഹം സാമൂഹ്യ വിരുദ്ധമായ ഒരു സമുദായ വിരുദ്ധ പ്രവൃത്തിയാണ് അതിലൂടെ ചെയ്തതെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ സമൂഹം ഒന്നടങ്കം നിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഗവൺമെൻറ് കാര്യനിർവഹണം കൃത്യമായി നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ചന്ദ്രസേനൻ പറയും. പ്രധാന വിഷയങ്ങളൊക്കെ ഇവിടെ വിദ്യാസാഗർ സാറും പ്രേമേന്ദ്രൻ വക്കീലൊക്കെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമായും പറയുന്നത് മുസ്ലിം വിരുദ്ധത, മുസ്ലിം ലീഗ് അവർ അനർഹമായെല്ലാം നേടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആ ഉമ്മർ ബാഫക്കി തങ്ങളുടെയും CH മുഹമ്മദ് കോയയുടെയും കബറിടത്തിൽ പോയി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്നുണ്ടാക്കിയ 25ഓളം ബാറുകൾ, അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത്, ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ സംഭാവനയാണ്. കാരണം 1960 R ശങ്കറിനെ വിജയിപ്പിക്കാൻ ഈ മധ്യ തിരുവിതാംകൂറിൽ R ശങ്കറിനെ തോൽപ്പിച്ച ശക്തികൾക്കെതിരായി അന്ന് R ശങ്കറിനെ 1960 കണ്ണൂരിൽ കൊണ്ടുപോയി ജയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച മുസ്ലിം ലീഗാ. നിഷേധിക്കാൻ പറ്റുമോ? ആ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കായികത്ത് ദാമോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് R ശങ്കർ ജയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ കഴിഞ്ഞതും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് 14 കോളേജ് ഒറ്റയടിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത്. ആ 14 കോളേജുകളും ഈ മുഴുവൻ കോളേജുകളും R ശങ്കറിന്റെ സംഭാവനയാണ്. ആ R ശങ്കർ സംഭാവന ചെയ്ത, മുസ്ലിം ലീഗിന്റെ സഹായത്താൽ സംഭാവന ചെയ്ത ഈ കോളേജുകളിൽ നിന്നും നിയമനങ്ങൾ നടത്തി 3000-ൽ പരം കോടി രൂപ കൊള്ളയടിച്ചിട്ട് ആ പണം കൊണ്ട് കേരളമെമ്പാടും ബാർ ഹോട്ടലുകൾ നടത്തി. ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്, നന്ദികേടാണ്. വെള്ളാപ്പള്ളി നടേശൻ ശുദ്ധ നന്ദികേടിന്റെ പര്യായമാണ്. അതാണ് കാണണ്ടേ. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ ദേഹത്ത് ആരാണ്ട് കൈരുകോലി ചെയ്യണമെന്ന് ഏതോ ഒരു വിവരദോഷം പറയുന്ന ഒരാൾ, ഞാൻ വിവരദോഷം എന്നേ പറയത്തുള്ളൂ, അങ്ങനെ അത് ശരിയായ കാര്യമല്ല. ആ ഒരു വിവരദോഷം പറഞ്ഞതിനെതിരായിട്ട് കേരളത്തിലെ മുഴുവൻ യൂണിയനുകളിലും വിളിച്ച് ഇന്നലെ പ്രതിഷേധ യോഗം നടത്തണമെന്ന് പറഞ്ഞു. പ്രതിഷേധ പ്രകടനം മെനഞ്ഞാന്ന് ഇന്നലെയായിട്ട് നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അന്വേഷിക്കൂ. മലപ്പുറത്ത് 9 യൂണിയനുണ്ട്. എടപ്പാള്, മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂര് ഉൾപ്പെടെ 9 യൂണിയനുണ്ട്. ഒരൊറ്റ യൂണിയനുകളിൽ ഒരു യോഗത്തിന്റെ പ്രവർത്തകർ, ഒരു യൂണിയൻ ഭാരവാഹി അവിടുത്തെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചോ? ഇല്ല. അപ്പം മലപ്പുറത്ത് ജീവിക്കുന്ന ഈഴവർക്കറിയാം ഇവൻ ശുദ്ധ കള്ളനാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനകത്ത് യാതൊരു കാര്യമില്ല എന്ന് അവിടെ ഉള്ളവർക്കറിയാം.